പ്രൈസ് ലോർഡ്. കർത്താവിന്റെ നാമം ഈ രാത്രിയിൽ നമ്മുടെ മധ്യയെ വാഴ്ത്തപ്പെടട്ടെ. സെർക്കസ് സഭയോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിലും ഒരുക്കിയ വീണ്ടും ഒരു അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ശബ്ദം വ്യക്തമായി എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ട്. സ്തോത്രം. ക്രിസ്തീയ വന്ദനം എല്ലാവർക്കും അറിയിക്കുന്നു. ജോൺ പാസ്റ്റർക്കും അതുപോലെ തന്നെ വളരെ മുഖപരിചയമുള്ള തോമസ് ബാബു പാസ്റ്റർ, തുടങ്ങി നിരവധി പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുവാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ മുൻകാലങ്ങളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ നോക്കുകയാണ്. ക്രിസ്തു നിമിത്തമുള്ള ഈ ആഴമേറിയ ഒരു ബന്ധം ഞാൻ സഭയോടൊപ്പം പങ്കുചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിച്ചു വരികയാണ്. പക്ഷേ മിക്ക സൺഡേയിലും ഞങ്ങൾക്ക് ഈവനിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഇന്ന് വൈകിട്ട് യാദൃശ്ചികമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ കൃപയാൽ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കനുസരിച്ച് കൂടി മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. രാത്രിയിൽ നമുക്ക് ലഭിച്ച ചുരുങ്ങിയ സമയത്തിനകത്ത് ഏറ്റവും ആഴമായ ഒരു വചനം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവിന്റെ വരവ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഏതാണ്ടൊരു വെല്ലുവിളിയായി, എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ആ ദൈവ പദ്ധതിയുടെ അവസാന പദ്ധതിയായും നിലകൊള്ളുന്ന ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. മറ്റ് സഭകൾ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് വഴുതി മാറുകയും വ്യക്തികൾ, വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ശുശ്രൂഷകന്മാർ അടക്കം ദൈവിക ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞാൻ നിൽക്കുന്ന കേരളത്തിൽ വലിയ തകർച്ചകൾ ഒന്നിനു പുറകെ ഒന്നായി ആത്മീയ ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും കൂട്ടമായും വ്യക്തിപരമായും വിശ്വാസത്യാഗം നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും ആളുകൾ സഭയ്ക്കകത്തുണ്ട്, കൂട്ടായ്മയ്ക്കകത്തുണ്ട്. എങ്കിൽ പോലും ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിൽ നിൽക്കേണ്ടവർ പലരും വഴുതി മാറിപ്പോയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ തകർച്ചയെ നാം ഓരോരുത്തരും നേരിടുകയാണ്. എനിക്ക് ആശ്വാസവും സന്തോഷവും ആവേശമാണ് സെർക്കസ് സഭ. അവിടെ കൂടി വരുന്ന ചുരുങ്ങിയ ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിൽ എല്ലാവരും പരസ്പരം പ്രബോധിപ്പിക്കുകയും കർത്താവിലുള്ള ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്നത് എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു പോകുന്നു ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ കൂടി വരുന്ന വിദ്യാർത്ഥികളിൽ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ ചിലരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അസൈൻ ചെയ്യുവാനായിട്ട് കർത്താവ് അവസരമൊരുക്കി. ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് അവരുടെ പഠനകാലത്ത് എത്രത്തോളം അത് പ്രാക്ടിക്കലാണ് എന്ന് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അവർ കേവലം വിദ്യാർത്ഥികളല്ല എന്നും അവർ ക്രിസ്തുവിന്റെ സാക്ഷികളാണ്, വേലക്കാരാണ്. അവരെ ദൈവം ഏൽപ്പിച്ച വേല അവരുടേതായ നിലയിൽ ദൈവം ഒരുക്കുന്ന പ്ലാറ്റ്ഫോമിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2-3 പേരെ ഞങ്ങൾക്ക് അങ്ങനെ കർത്താവിന് വേണ്ടി വേർതിരിക്കാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള വേർതിരിക്കപ്പെടൽ മുൻപ് നടന്നിട്ടുണ്ട്. അതിൽ ചിലർ മറ്റു രാജ്യങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുമായിട്ട് അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എന്നെല്ലാം നമുക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് സെർക്കസ് സഭയുടെ ശുശ്രൂഷ രീതികൾ എനിക്കും ഒരു ആവേശവും ഒരു ബലവുമാണ് എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ സെർക്കസ് സഭയുടെ സ്നേഹത്തിനും കരുതലിനും വന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. എല്ലാവരോടുമുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വചന ഭാഗത്തേക്ക് തിരിയട്ടെ. ഇന്ന് നമ്മൾ ഒന്നിച്ച് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ പോകുന്ന വേദഭാഗം, അതിന്റെ പ്രധാന ഹെഡിങ് എന്ന് പറയുന്നത് സർവൈവ് ദ ലാസ്റ്റ് ഡേയ്സ് എന്നുള്ളതാണ്. സർവൈവ് ദ ലാസ്റ്റ് ഡേയ്സ്. അന്ത്യകാലത്തിലെ അവസാന നിമിഷങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് തയ്യാറാണ്. അതിനുവേണ്ടി വായിക്കാം തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 2 Timothy chapter 3 verse 1. നമുക്ക് 1 to 7 വരെ വായിക്കേണ്ടതുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് തിരുവഴുത്തുകൾ ചിന്തിക്കുന്നതിന് വേണ്ടി 1-ാമത്തെ ഭാഗം മാത്രം വായിച്ചാൽ മതി. 2 Timothy 3 verse 1. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും. കേൾക്കാമോ?
മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും കേൾക്കുന്നില്ലല്ലോ ഇങ്ങോട്ട്. സംസാരിച്ചേ. ദേവദാസ പ്രാർത്ഥിച്ച് അല്ല അത് വായിച്ചേ, ഒന്ന് പറഞ്ഞേ. ഇപ്പം കേൾക്കാം. ഓക്കെ. 2 തിമോത്തിയോസ് ചാപ്റ്റർ 3 1 അല്ലേ? ഒരു എക്കോ പോലെ കേൾക്കുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞേ. യേശുവിന്റെ രക്തത്താൽ എന്റെ ശബ്ദം കേൾക്കാമല്ലോ? എന്റെ ശബ്ദം കേൾക്കാമല്ലോ? ഇപ്പം കേൾക്കാം. ഇച്ചിരി മുമ്പ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേൾക്കാൻ. പറഞ്ഞാട്ടെ. 2 തിമോത്തിയോസ് ചാപ്റ്റർ 3 1 അല്ലേ? ഒന്നോട്ട് വായിക്കാനല്ലേ പറഞ്ഞേ? കേൾക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഞാൻ തിരുവെഴുത്തുകളുമായി മുന്നോട്ട് പോകട്ടെ. കേട്ടു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങളിൽ വരും എന്ന് അറിയുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. നമുക്കറിയാം, ഏറ്റവും ശക്തമായ ഒരു വാണി ആണ് ഈ തിരുവെഴുത്തിൽ നമ്മൾ വായിച്ചത്. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന സഭ, അവന്റെ ശുശ്രൂഷകന്മാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. തിരുവെഴുത്തിന്റെ ഹെഡിങ്, മെസ്സേജിന്റെ ഹെഡിങ് ഇന്ന് നൽകുന്നത്, കർത്താവ് എനിക്ക് നൽകിയ ഹെഡിങ് ഇങ്ങനെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. സർവൈവ് ദ ലാസ്റ്റ് ഡേയ്സ്. അന്ത്യകാലത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്. അറിയാം, ദൈവം തന്റെ 7 യുഗങ്ങളിലൂടെ തന്റെ കാര്യപരിപാടികളെല്ലാം ഓരോന്നോരോന്നായി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പ്രത്യേകം തയ്യാറാക്കിയ ഈ 7 യുഗങ്ങളിലൂടെയാണ് തന്റെ എല്ലാ ഇഷ്ടവും, തന്റെ എല്ലാ പ്ലാനിങ്ങും, എല്ലാ പദ്ധതികളും ദൈവം പൂർത്തിയാക്കി എന്ന് നമുക്ക് തിരുവെഴുത്തുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 7 യുഗങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നും മനുഷ്യരോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഭൂമിയോടുള്ള ബന്ധത്തിൽ, അതിൽ പ്രധാനമായും 5 യുഗങ്ങളിലൂടെ ദൈവം തന്റെ ഇഷ്ടങ്ങൾ ഓരോന്നോരോന്നായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിൽ 4 യുഗങ്ങൾ പിന്നിട്ട് 5ാമത്തെ യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലിവിംഗ് ഇൻ 6th age. നമ്മൾ 5ാമത്തെ യുഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 7 യുഗങ്ങളെ ഒറ്റ വാക്കിൽ നമുക്കറിയാമെങ്കിലും പുതിയ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടെ ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ യുഗം, ഫസ്റ്റ് ഏജ് ഈസ് സിൻലെസ് ഏജ്. നിഷ്പാപ യുഗം എന്നാണ് അതിനെ വിളിക്കുന്നത്. പാപമില്ലാത്ത യുഗം. എന്താണ് ആ കാലഘട്ടം? ദ ടൈം ബിഫോർ സിന്നിങ്. പാപം ചെയ്യുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ് നിഷ്പാപ യുഗം. സെക്കൻഡ് വൺ, ഏധനിക യുഗം, അതായത് ഏധൻ ഏജ്. Until the early human makes out of Eden. ഏദനിൽ നിന്ന് ആദിമ മാതാപിതാക്കൾ പുറത്താകുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തെ, പാപം ചെയ്ത കാലം മുതൽ, ടൈം ടു സിന്നിങ് സിൻസ് until the early human makes out of Eden. പാപം ചെയ്തത് മുതൽ ഏദനിൽ നിന്ന് ആദിമ മനുഷ്യർ പുറത്താകുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ഏദൻ ഏജ് എന്ന് വിളിക്കുന്നത്. തേർഡ് വൺ, മൂന്നാമത്തത് മനസ്സാക്ഷി യുഗം അഥവാ പീരീഡ് ഓഫ് കോൺഷ്യൻസ്. മനസ്സാക്ഷിയുടെ യുഗം. പാപം ചെയ്തതിന് ശേഷം ദൈവം അവരെ ഏദനിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ന്യായപ്രമാണം ലഭിക്കുന്നത് വരെയുള്ള കാലയളവിനെ
ദ പീരീഡ് ഓഫ് കോൺഷ്യൻസ് എന്ന് വിളിക്കുന്നു, മനസാക്ഷിയുടെ യുഗം എന്ന് വിളിക്കുകയാണ്. നാലാമത്തത് ന്യായപ്രമാണ യുഗമാണ്, ദ ഏജ് ഓഫ് ലോ. ഏജ് ഓഫ് ലോ, ന്യായപ്രമാണ യുഗം. ദ ടൈം ടു ക്രൈസ്റ്റ് സിൻ ദ ലോ, സിൻസ് ദ ലോ. അതായത് ന്യായപ്രമാണം ലഭിച്ചത് മുതൽ ക്രിസ്തു വരെയുള്ള കാലഘട്ടത്തെ ന്യായപ്രമാണ യുഗം എന്ന് വിളിക്കുന്നു. അതാണ് നാലാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. അഞ്ചാമത്തത് ദ ഏജ് ഓഫ് ചർച്ച് അഥവാ ഗ്രേസ് പീരീഡ്. ദ ഏജ് ഓഫ് ചർച്ച് അഥവാ ചർച്ച് ഏജ് അഥവാ അല്ലെങ്കിൽ ഓർ ഗ്രേസ് പീരീഡ്. ടൈം ടു റാപ്ചർ സിൻസ് ക്രൈസ്റ്റ്. ക്രിസ്തു മുതൽ ഉൽപ്രാപണം വരെയുള്ള ദീർഘമായ, ഒരുപക്ഷെ ഇന്ന് വരെ നാം ജീവിച്ചിരിക്കുന്ന കാലയളവിനെ ചർച്ച് ഏജ് എന്നോ കൃപായുഗം എന്നോ വിളിക്കുകയാണ്. ഈ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുഗത്തിലാണ് നാം ശുശ്രൂഷിക്കുന്നത്. ഈ യുഗത്തിലാണ് നാം പാടുന്നത്. ദൈവത്തിന് വേണ്ടി നാം വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ യുഗത്തിലാണ് നാം ദൈവ ഇഷ്ടം നിർവഹിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആറാമത്തതും ഏഴാമത്തതുമായ യുഗങ്ങളെ കുറിച്ച് കൂടെ പറഞ്ഞ് നമുക്ക് ഫിഫ്ത് ഏജിലേക്ക് തിരിച്ചു വരാം. ആറാമത്തെ സിക്സ്ത് വൺ എന്ന് പറയുന്നത് മഹോ ഉപദ്രവകാലം അഥവാ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്. ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്. ആറാമത്തത് മഹോ ഉപദ്രവകാലം. ആഫ്റ്റർ ദ റാപ്ചർ 7 years പീരീഡ് ആണ്. ആഫ്റ്റർ ദ റാപ്ചർ 7 years പീരീഡ് ഓഫ് ആഫ്റ്റർ ദ റാപ്ചർ. അതാണ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല, കർത്താവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 7th and last one, സഹസ്രാബ്ദ വാഴ്ച, ദ 1000 years rule of Christ എന്ന് പറയുന്ന 1000 ആണ്ട് വാഴ്ചയാണ് ഒടുവിലത്തെ ദൈവത്തിന്റെ പ്ലാനിങ്ങിൽപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത്. ഏഴാമത്തത് സഹസ്രാബ്ദ വാഴ്ച അഥവാ ദ 1000 years rule of Christ. ക്രിസ്തുവിന്റെ 1000 വർഷത്തെ രാജഭരണ കാലഘട്ടത്തെയാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്. ഈ 7 വിധ കാലഘട്ടങ്ങളിലൂടെ ലോകത്തെ നയിക്കുന്ന ദൈവം തന്റെ സഭയെ കൃപായുഗത്തിൽ ഒരുക്കി തനിക്ക് ഏറ്റവും അനുയോജ്യമായ മണവാട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണവാട്ടി സഭയെ ഒരുക്കുന്നതിനിടയിൽ ഭൂമിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ നിർവഹിക്കപ്പെടേണ്ട ശുശ്രൂഷകൾക്കായി ദൈവം നമ്മെ ശുശ്രൂഷകന്മാരായി, അവിടുത്തെ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതിന് അവിടുന്ന് നമ്മെ സഭയായും, അവിടുന്ന് നമ്മെ തന്റെ ജനമായും, തന്റെ വേലക്കാരായും, തന്റെ മക്കളായും വേർതിരിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ റോളുകൾ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന്, അവന്റെ സഭ. രണ്ട്, ഹിസ് ചർച്ച് ആൻഡ് ഹിസ് കോൺഗ്രിഗേഷൻ. രണ്ട്, ഹിസ് ബോഡി, അവന്റെ ക്രിസ്തുവിന്റെ ശരീരം, ബോഡി ഓഫ് ക്രൈസ്റ്റ്. തേർഡ് വൺ, ഹിസ് പീപ്പിൾ, ഓൺ പീപ്പിൾ, അവന്റെ സ്വന്തം ജനം. നാലാമത്തെ എന്ന് പറയുന്നത് ഹിസ് ചിൽഡ്രൻ, അവന്റെ മക്കൾ എന്നുള്ളതാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് സെർവൻസ്, അവന്റെ ദാസന്മാർ എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തമായ റോളുകൾ, വ്യത്യസ്തമായ പദവികൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ആഴമായ അർത്ഥം ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ്. നാം ശുശ്രൂഷകനായിരിക്കുന്നതും, നാം വിശ്വാസികളായിരിക്കുന്നതും, നാം അവന്റെ മക്കളായിരിക്കുന്നതും, നാം അവന്റെ സഭയായിരിക്കുന്നതുമെല്ലാം ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലാകുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഏറ്റവും ശക്തമായ ചലഞ്ചസ്, ഏറ്റവും ശക്തമായ വെല്ലുവിളി എന്താണ് നമ്മുടെ മുന്നിലെ വെല്ലുവിളി? ഈ ലാസ്റ്റ് ഡേയ്സ് നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കണം. ദീർഘമായ 30, 40, 50 വർഷങ്ങൾ ആത്മീയ ജീവിതത്തിന് വേണ്ടി ചിലവഴിച്ച പലരും ലാസ്റ്റ് മൂമെന്റിലേക്ക് വരുമ്പോൾ വീട്ടായി പോവുകയാണ്. കൃത്യമായി 50ഓളം വർഷങ്ങൾ കർത്താവിന്റെ വേല ചെയ്ത പലരും ലാസ്റ്റ് മൂമെന്റിൽ എത്തുമ്പോൾ തളർന്നു പോവുകയാണ്. 30-ൽ പരം വർഷങ്ങൾ കർത്താവിന് വേണ്ടി ശക്തമായി വേല ചെയ്ത ഒരാൾ ചില മാസങ്ങൾക്ക് മുൻപ് എന്നോട് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ വേദനിപ്പിക്കുന്ന വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എന്നേക്കാൾ സീനിയറായ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, കഴിഞ്ഞ 30 വർഷത്തെ ശുശ്രൂഷയിൽ ഞാൻ ധാരാളം പണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചിലവഴിച്ചു. അതിൽ പലതും നേരിട്ടുള്ള സഹായങ്ങളായിരുന്നു. എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ആ പണവും കൂടെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ എന്റെ തുടർന്നുള്ള കാലഘട്ടം എനിക്ക് കുറച്ചും കൂടെ നന്നായി നല്ല ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കാമായിരുന്നു എന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയ വേദന തോന്നി. കാരണം
കഴിഞ്ഞ 30 വർഷം കൊണ്ട് താൻ നേടിയെടുത്ത ആ കോൺഫിഡൻസ് തനിക്ക് നഷ്ടമായി പോയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ചെറിയ ഒരാളായി കാണുന്നില്ല. കാരണം അദ്ദേഹത്തെ വെല്ലുവിളിച്ച ഈ അന്ത്യകാലഘട്ടത്തിന്റെ പോരിന്റെ ആയുധങ്ങൾ എനിക്ക് മുമ്പിലും നിങ്ങൾക്ക് മുമ്പിലും ഇവിടെ വാ വിളിച്ച് പല്ലി കടിച്ചു നിൽപ്പുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മോടുള്ള പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും ശക്തമായ പ്രബോധനം ഈ കാലഘട്ടത്തെ നമുക്ക് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. മനസ്സിനെ മടുപ്പിക്കുന്ന, ശുശ്രൂഷയിൽ വെല്ലുവിളിക്കുന്ന, ആത്മജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന, തലമുറകൾക്ക് അമാതൃകപരമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്ന, സംഘർഷഭരിതമായ, മാനസിക വ്യഥയുളവാക്കുന്ന, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന, ഗോസിപ്പുകൾ ഇറക്കുന്ന, പകർച്ചവ്യാധികൾ പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കാലഘട്ടത്തെ നമുക്ക് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. We want to survive the last days. നമുക്ക് ഈ കാലഘട്ടത്തെ അതിജീവിക്കണം. എന്തുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തെ അതിജീവിക്കണം എന്ന് പറഞ്ഞാൽ, ബിയോണ്ട് ദിസ് ഏജ്, ഈ കാലഘട്ടത്തിനപ്പുറത്ത് ഒരുവൻ കാല് എടുത്തു വെച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെ, സഭയുടെ മണവാളൻ, പ്രൈസ് ദി ലോർഡ്, സഭയുടെ നായകൻ, ക്രിസ്തു എന്ന ഹല്ലേലൂയ നായകൻ നമ്മെ ചേർക്കുവാൻ തന്റെ രാജ്യത്ത് പണിതിരിക്കുന്ന പുതിയ കൊട്ടാരത്തിലേക്ക് നമ്മെ സ്ഥലം മാറ്റുവാൻ കാത്തിരിക്കുന്ന അവിടുന്ന് നമ്മെ ചേർക്കുവാൻ വരുന്നതിന്റെ കാഹള ധ്വനി നമ്മൾ ആ കാൽച്ചുവടുകളിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് കേൾക്കാതിരിക്കുവാൻ, ശുശ്രൂഷയുടെ യഥാർത്ഥ അവാർഡ് നമുക്ക് ലഭിക്കുന്നത് കാണാതിരിക്കുവാൻ, നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിന്റെ മുഴുവൻ എഫേർട്ടിന്റെയും ആ പ്രോഫിറ്റ് സ്വർഗത്തിൽ ലഭിക്കുന്നത്, റിവാർഡ് ലഭിക്കുന്നത് കാണാതിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഏതു വിധേനയും ചതിച്ച് പുറകോട്ട് മാറ്റുവാൻ, ഈ ഒരു ട്രാക്കിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുവാൻ ശക്തിയോടെ പോരാടുന്ന ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ദൈവം, പ്രൈസ് ദി ലോർഡ്, പൈശാചിക ശക്തികളുടെ കോട്ടകൾ, സ്ട്രോങ് ഹോൾഡ്സ് നമുക്കെതിരെ ശക്തമായി വാടകോരി, നമുക്കെതിരെ ശക്തമായി അതിൽ വെല്ലുവിളിച്ച് മുന്നിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, എന്തു വില കൊടുത്തും ഏതു വിധേനയും നമുക്ക് ഈ കാലഘട്ടത്തെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ലോകത്തെ ഇളക്കി മറിച്ച നിരവധി സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, ആക്സിഡന്റുകൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും നവീനമായിട്ടുള്ള ആധുനികമായ ഒരു സംഭവം നമുക്കെല്ലാം അറിയാവുന്ന കൊറോണ വൈറസിന്റെ വ്യാപനം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അത് എത്രത്തോളം ഭീതിജനകമായ അന്തരീക്ഷമാണ് മനുഷ്യർക്കിടയിൽ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉച്ചവരെ കാണാൻ കഴിയാതെ, കൂടപ്പുറപ്പിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ, നൊന്ത് പ്രസവിച്ച അമ്മയുടെ അജീവനത്തെ ശരീരം ഒരു നോക്ക് കാണാൻ കഴിയാതെ, അതിൽ പൊന്നുപോലെ വളർത്തിയ പിതാവിന്റെ മുഖം അതിൽ കണ്ട് അന്ത്യചുംബനം നൽകാൻ കഴിയാതെ, പ്രൈസ് ദി ലോർഡ്, കൂടപ്പിറപ്പുകളുടെ അതിൽ ജീവനത്തെ ശരീരത്തിൽ ഒന്ന് തലോടാൻ കഴിയാതെ നമ്മെ ഏറ്റവും ക്രൂരമായി ആക്രമിച്ച ഒരു കാലഘട്ടമായിരുന്നു കൊറോണ വൈറസിന്റെ വ്യാപനം. പക്ഷേ ലോകം അതിനെ അതിജീവിച്ചിരിക്കുകയാണ്. നമ്മൾ അതിനെ മറികടന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലേക്ക് വരാൻ പോകുന്ന ഫിലിപ്പച്ചൻ ഉൾപ്പെടെയുള്ള സുവിശേഷ സംഘം വിസിറ്റ് ചെയ്യാൻ പോകുന്ന വയനാടിന്റെ പല മേഖലകളിലും ഇളക്കി മറിക്കപ്പെട്ട വലിയ കൽക്കൂമ്പാരങ്ങൾ, മൺകൂനകൾ കാണാൻ സാധിക്കും. ആ മൺകൂനകൾക്കകത്തും ആ കൽക്കൂമ്പാരങ്ങൾക്കടിയിലും ജീവനറ്റുപോയ നൂറുകണക്കിന് ജീവനുകളെ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഭീതി ജനിപ്പിച്ച വയനാടിന്റെ ദുരന്തത്തിന് വഴിതെളിച്ച പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ അതിജീവിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരെ, എന്നെ കേൾക്കുന്ന എന്റെ കൂട്ടുവിശ്വാസികളെ, അതിനൊക്കെ നമ്മൾ അതിജീവിച്ചെങ്കിലും മറ്റൊരു ഭൂമി, മറ്റൊരു പഞ്ചായത്ത്, മറ്റൊരു കാലാവസ്ഥ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ ശക്തമായി അതിജീവിക്കാൻ വെല്ലുവിളി ഉയർത്തി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ അന്ത്യകാലത്തെ മറികടക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു പഞ്ചായത്ത് നമ്മുടെ മുന്നിലില്ല, മറ്റൊരു രാജ്യം നമ്മുടെ മുന്നിലില്ല, മറ്റൊരു ലോകം നമ്മുടെ മുന്നിലില്ല, മറ്റൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് ഏറ്റവും ശക്തമായ വെല്ലുവിളിയെ നമുക്ക് നേരിടാൻ തയ്യാറെടുക്കാം. ഹല്ലേലൂയ. കരങ്ങൾ വെച്ച് സ്വന്തം പറയാം. കാലം 70 കഴിഞ്ഞോ, 50 കാലം കഴിഞ്ഞോ, 40 കഴിഞ്ഞോ, മക്കൾക്ക് ജോലിയില്ലേ, തലമുറകൾക്ക് ഭാവി ഉണ്ടായോ, ഇതൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ട. എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പറയണം, എനിക്ക് ഈ കാലഘട്ടത്തെ അതിജീവിച്ചേ പറ്റൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ തോറ്റ്, ഹല്ലേലൂയ, സ്വത്രം, പരാജയപ്പെടാൻ ഇറങ്ങി തിരിച്ചവനല്ല. എന്നെ വിളിച്ച ദൈവം വിജയായി തീർന്നത് പോലെ എനിക്കും വിജയിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് അതിജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും? നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ ആ ചിന്തകളിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ 7 യുഗങ്ങളിൽ 5ാമത്തെ യുഗമായ കൃപായുഗത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. The last moments of grace are called the last days. Hallelujah. കൃപായുഗത്തെ ചുരുങ്ങിയതും
വളരെ ഷോർട്ടായ ഒരു കാലഘട്ടമായി അപ്പോസ്തലന്മാർ കാണാനുള്ള കാരണം എന്താണ്? The reason why the apostles have been called to the short period of grace, because the return of Jesus Christ was opened. Hallelujah. യേശു ക്രിസ്തു മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയുടെ വെളിച്ചത്തിലാണ് ഈ അന്ത്യകാലത്തെ അവർ ചെറിയ ഒരു ഷോർട്ട് പീരീഡായി കാണാൻ കാരണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തെ ഷോർട്ട് പീരീഡായി കാണാൻ കാരണം യേശു ക്രിസ്തു മടങ്ങി വരും. ഇന്ന് രാത്രിയിൽ എത്ര പേർ ഈ സ്ക്രീനിൽ പ്രത്യാശയുള്ളവരായിരിക്കുന്നു? അതെ, നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഹല്ലേലൂയ. നമ്മുടെ രാജാവ് മടങ്ങി വരും. നമ്മുടെ നല്ല ഇടയൻ മടങ്ങി വരും. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ മടങ്ങി വരും. നമ്മുടെ രക്ഷാ നായകൻ മടങ്ങി വരും. നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ മടങ്ങി വരും. നമ്മുടെ ഹല്ലേലൂയ നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചവൻ മടങ്ങി വരും. നമ്മളെ നീതീകരിച്ചവൻ മടങ്ങി വരും. ഹല്ലേലൂയ. He will come back. അവൻ മടങ്ങി വരും. Praise the Lord. ഹല്ലേലൂയ. അവൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അപ്പോസ്തലന്മാർ ഈ കാലഘട്ടത്തെ ചുരുങ്ങിയ ഒരു കാലഘട്ടമായി കണ്ടു. Praise the Lord. മാത്രമല്ല, scriptures are talking about many events and the lifestyle man to walk in the last days. ഈ അന്ത്യകാലത്ത് നടക്കാനിരിക്കുന്ന നിരവധി സംഭവങ്ങളെ കുറിച്ച് വേദപുസ്തകം നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രക്ഷയെ ഒതുക്കുന്ന സാഹചര്യങ്ങളാണ്. ഹല്ലേലൂയ. During this period that salvation, the differences in man has a strong challenge. രക്ഷ വെളിപ്പെടാനിരിക്കുന്ന 62-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ നിന്റെ രക്ഷ വരുന്നു, ഇതാ നിന്റെ രക്ഷ വരുന്നു, പ്രതിഫലം അവന്റെ കയ്യിലും കൂലി അവന്റെ പക്കലുമുണ്ട്. നമ്മുടെ കർത്താവ് വരുമ്പോഴാണ് നമ്മുടെ രക്ഷ ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്, കംപ്ലീറ്റ് ആകുന്നത്. പ്രൈസ് ദി ലോർഡ്. രക്ഷയ്ക്ക് 3 ലെവലുണ്ട് എന്ന് ഞാൻ പഠിക്കാനിടയായിട്ടുണ്ട്. ഒന്ന്, ദ ഗോൾഡൻ ബിഗിനിങ്. ഹല്ലേലൂയ. 2, ദ സ്ട്രോങ്സ്റ്റ് ഹല്ലേലൂയ കണ്ടിന്യൂവേഷൻ, പവർഫുൾ കണ്ടിന്യൂവേഷൻ. Third one and last one is the beautiful completion. ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പീരീഡ് ആണ് രക്ഷയുടെ ജീവിതം എന്ന് പറയുന്നത്. അതിനകത്തെ മൂന്നാമത് ദ ബ്യൂട്ടിഫുൾ കംപ്ലീഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? when the coming of Jesus Christ, യേശു ക്രിസ്തുവിന്റെ വരവിങ്കലാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. ഈ രക്ഷയെ, ഈ ശുശ്രൂഷയെ, ഈ ദൈവിക ദൗത്യത്തെ ഫുൾഫില്ല് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ വെല്ലുവിളിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. വാട്ട് ഈസ് our challenges? ഹല്ലേലൂയ. എന്താണ് വാട്ട് ഈസ് our challenges? എന്താണ് നമ്മുടെ മുന്നിലെ വെല്ലുവിളികൾ? ഓരോന്നോരോന്നായി പറയാൻ എന്റെ മുന്നിൽ സമയമില്ലെങ്കിലും ഞാൻ ഓടിച്ചു വേഗത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. സിംഗിൾ വേർഡിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ നമ്മുടെ വെല്ലുവിളി നമ്മെ സ്വാർത്ഥരാക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലവ് ഓഫ് സെൽഫ്, നമ്മെ സ്വാർത്ഥന്മാരാക്കും. പ്രൈസ് ദി ലോർഡ്. കൂട്ടുവിശ്വാസികളെ കുറിച്ചും കൂട്ടു ദൈവദാസന്മാരെ കുറിച്ചും കൂടെയുള്ളവരെ കുറിച്ചുമുള്ള ഒരു വിചാരമില്ലാത്തവരാക്കി നമ്മളെ മാറ്റുന്ന ഒരു ചിന്ത ഈ കാലഘട്ടത്തിന്റെ ഒരു വെല്ലുവിളിയാണ്. എന്നെ സ്ക്രീനിൽ കാണുന്ന ആരെങ്കിലും സ്വന്തം കാര്യത്തിൽ മാത്രം ഊന്നി നിൽക്കുന്നെങ്കിൽ പരിശുദ്ധാത്മ ഇടപെടുന്നു, നീ അതിനെ വിട്ട് ഓടണം. സ്വന്തം കാര്യമല്ല, ക്രിസ്തുവിന് വേണ്ടിയുള്ളതും സഭയ്ക്ക് വേണ്ടിയുള്ളതും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതും കൂടെ ചിന്തിക്കണം. സമയം കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കാനുള്ള സമയം കഴിഞ്ഞുപോയി. ഇനി സഭയെ കൂടെ അക്കോമഡേറ്റ് ചെയ്യണം. കൂട്ടുജനങ്ങളെ, കൂടെ വിശ്വാസികളെ, ദൈവദാസന്മാരെ, പ്രവർത്തകരെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. സെക്കൻഡ് വൺ, ദ്രവ്യാഗ്രഹമാണ്. ലവ് ഓഫ് മണി. ദ്രവ്യാഗ്രഹം നമ്മുടെ മുന്നിലെ വലിയൊരു വെല്ലുവിളിയാണ്. പണത്തിന് വേണ്ടി സഭയൊന്നും ഉപേക്ഷിക്കുന്ന, പണത്തിന് വേണ്ടി ഡ്യൂട്ടി ചെയ്തുകൊണ്ട് കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്ന, പഠനത്തിന് വേണ്ടി കടന്നു പോകുന്ന നിരവധി ആളുകൾ ഈ ഒരു ചാർജ് ഏജിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രം വലിയ പഠനം, ഉന്നത പഠനം, ഹല്ലേലൂയ. ആ ഫർദർ ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടി മുന്നോട്ട് പോകുന്നതിനിടയിൽ, ജോലിക്ക് വേണ്ടി ഓടുന്നതിനിടയിൽ, തിരക്കിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ വിലപ്പെട്ട പലതും നഷ്ടപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദ്രവ്യാഗ്രഹം വലിയൊരു ചലഞ്ചാണ്, നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളിയാണ്. ഹല്ലേലൂയ. നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കണം. മൂന്നാമത്തത് വമ്പ് പറയുന്നു, ബോസ്റ്റ്ഫുൾ ക്യാരക്ടേഴ്സ്. വമ്പ് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ വർദ്ധിക്കുകയാണ്. നാലാമത്തത് അരോഗന്റ് ആയിട്ടുള്ള അഹങ്കാരികൾ, ആർക്കും വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ വർദ്ധിക്കുകയാണ്. അഞ്ചാമത്തത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, റെവലേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ദൂഷകന്മാരായിട്ടുള്ള ആളുകൾ, മീഡിയയിലൂടെയും മറ്റിതര മാധ്യമങ്ങളിലൂടെയും പേപ്പറുകളിലൂടെയൊക്കെ ദൈവസഭകളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച് എഴുതുന്ന ആളുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. നമുക്കതിനെ അതിജീവിക്കണം. ആറാമത്തത്
ഡിസൊബീഡിയന്റ് ടു പാരന്റ്. ഹല്ലേലൂയ. മാതാപിതാക്കളെ അനുസരിക്കാത്ത ആളുകൾ ഈ സഭയിൽ ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നു. ഏഴാമത്തത് അൺഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞ നന്ദിയില്ലാത്ത ആളുകൾ ഈ ഒരു തലമുറയിൽ ധാരാളമുണ്ട്. എട്ടാമത്തത് അൺഹോളി ആയിട്ടുള്ള ആളുകൾ, അശുദ്ധരായിട്ടുള്ള ആളുകൾ. ഒമ്പതാമത്തത് അൺലവിങ്, വാത്സല്യമില്ലാത്ത ആളുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ പറയും ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, മാലിസ് ആൻഡ് ഗോസിപ്പ് ആയിട്ടുള്ള ആളുകൾ. ഏഷണിക്കാരുടെ എണ്ണം ഈ തലമുറയിൽ വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ മുന്നിൽ വെല്ലുവിളിയാണ് നമ്മയും അതിലൊരാളാക്കി മാറ്റുവാൻ, നമ്മയും അതിലൊരാളെ പോലെ ആക്കി മാറ്റുവാൻ സാത്താൻ ശ്രമിക്കും. ഹല്ലേലൂയ. പല അനുഭവങ്ങളും, പല തിക്താനുഭവങ്ങളും, പല ചരിത്രങ്ങളും നമ്മുടെ തലച്ചോറിൽ കൊണ്ടുവന്നിട്ടിട്ട് അതിലൊരാളായി മാറാൻ നമ്മളെ പിശാച് ശ്രമിക്കുമ്പോൾ പറയണം, ഇല്ല, ഞാൻ അതിനെ അതിജീവിക്കേണ്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. 11ാമത്തെ കാര്യം, ഏഷണിക്കാർ. 12 അജിതേന്ദ്രിയന്മാർ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സെൽഫ് കൺട്രോൾ. സംസാരിക്കുന്നതിൽ കൺട്രോൾ ഇല്ല, കാണുന്നതിൽ കൺട്രോൾ ഇല്ല, കേൾക്കുന്ന ശബ്ദം അത് ദൈവത്തിന്റെയാണോ ലോകത്തിന്റെയാണോ സൈറ്റാനിക്കാണോ ഒന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എല്ലാത്തിനും ചെവി കൊടുക്കുന്ന ആളുകൾ. പരിശുദ്ധാത്മാവ് ഈ സ്ക്രീനിലുള്ള ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എല്ലാത്തിനും ചെവി കൊടുക്കുന്നത് നിർത്തുക, എല്ലാത്തിനും ചെവി കൊടുക്കുന്നത് നിർത്തുക. നീ ചിലതിനോട് ഹല്ലേലൂയ നീ സ്വതന്ത്രം മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുക. ചിലതിനോട് ചെവി കൊടുക്കുമ്പോൾ നിനക്ക് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നു, വിലയേറിയ നിന്റെ വാക്കുകൾ നഷ്ടപ്പെടുന്നു, ആവശ്യമില്ലാതെ സംസാരിക്കേണ്ടി വരുന്നു. നിന്നെ ഈ ലോകത്തിൽ പിടിച്ചു കെട്ടാൻ സാത്താൻ ഹല്ലേലൂയ പദ്ധതി തയ്യാറാക്കുമ്പോൾ പറയണം, സർവൈവ് ദ ലാസ്റ്റ് ഡേയ്സ്. ഹല്ലേലൂയ. ഉഗ്രന്മാർ, ബ്യൂട്ടലായിട്ടുള്ള ആളുകൾ, സൽഗുണദോഷികൾ, ഹേറ്റേഴ്സ് ഓഫ് ഗുഡ് തിങ്സ്. ഹല്ലേലൂയ. നന്മ പറയാൻ അതിനെ അംഗീകരിക്കാൻ മനസ്സിലാത്ത ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ദ്രോഹികളും ദ്രാഷ്ടിക്കാരും വർദ്ധിക്കും. നിഗളികളായിട്ടുള്ള ആളുകൾ, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയന്മാരായിട്ടുള്ള ആളുകൾ, ലവേഴ്സ് ഓഫ് പ്ലഷർ rather than lovers of God. ദൈവത്തെ സേവിക്കുന്നതിനേക്കാൾ, ദൈവിക അനുഭവങ്ങൾ പങ്കിടുന്നതിനേക്കാൾ കാര്യപരിപാടികൾ, പ്രോഗ്രാമിലൂടെ, ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാമിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ, ആക്ടിവിറ്റിയിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സഭകളൊക്കെ പ്രോഗ്രാം സെന്ററുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ മീറ്റിങ്ങുകൾ പോലും പ്രോഗ്രാമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മിനിസ്ട്രി എന്നതിനപ്പുറം പ്രോഗ്രാം എന്ന നില ചിന്തിക്കല്ലേ. ചെറുക്ക സഭ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയിൽ നിൽക്കുന്നതോർത്ത് ഞാൻ കർത്താവെ സ്തുതിക്കുന്നു. ഈ സ്ക്രീനിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൽ ഇടപെടാം. നാം നിൽക്കുന്നത് ഒരു പരിപാടിക്ക് വേണ്ടിയല്ല, ഒരു പ്രോഗ്രാമിന് വേണ്ടിയല്ല. നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് പ്രതിഫലം സ്വർഗത്തിലുണ്ട്, പ്രോഗ്രാമിന് സ്വർഗത്തിൽ പ്രതിഫലം ഇല്ല. സ്തോത്രം. മനസ്സിലാവുന്നു. സ്തോത്രം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുടെ എണ്ണം ഈ തലമുറയിലുണ്ട്. ഹോൾഡിംഗ് ഓഫ് ഹല്ലേലൂയ holding to a form of gentleness, or do they have denied his power? അതിന്റെ ശക്തി അവർ കളഞ്ഞിരിക്കുന്നു. എന്താണ് ഭക്തിയുടെ ശക്തി? what is the power of the holiness? എന്താണ് ഭക്തിയുടെ ശക്തി എന്ന് ചോദിച്ചാൽ, ഭക്തിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയാണ്. ഹല്ലേലൂയ. ക്ഷമിക്കാനുള്ള കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രൈസ് സ്തോത്രം പറയാനുള്ള കൃപയാണ്. ഹല്ലേലൂയ. കഷ്ടം വരുമ്പോൾ സന്തോഷിക്കാനുള്ള കൃപയാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോഴും എന്റെ ദൈവം നല്ലവനെന്ന് പറയാനുള്ള മനസ്സാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭക്തിയുടെ വേഷം അനേകരിൽ ഉണ്ടെങ്കിലും അതിന് ശക്തിയില്ല. കഷ്ടം വരുമ്പോൾ പിറുപിറുക്കുകയാണ്, നഷ്ടം വരുമ്പോൾ വാഗ്വാദം നടത്തുകയാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടേണ്ടി വരുമ്പോൾ രാഷ്ട്രീയപരമായി നേരിടുകയാണ്. ഇൻഫ്ലുവൻസിലൂടെ അവർ കടന്നു പോവുകയാണ്. പരിശുദ്ധാത്മാവിൽ പറയാം, ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിന് ശക്തിയുള്ളവരായി നിൽക്കുന്ന നമ്മൾ കഷ്ടം സഹിക്കട്ടെ. ഹല്ലേലൂയ. നഷ്ടം സഹിക്കട്ടെ. നമ്മൾ എവിടെയെല്ലാം റിജക്ട് ചെയ്യപ്പെടുമോ അവിടെയെല്ലാം സന്തോഷിക്കാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിക്കാത്തതൊന്നും എനിക്ക് ലഭിക്കുകയില്ല എന്ന് നമുക്ക് നമ്മോട് തന്നെ പറയാം. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാത്തതൊന്നും എനിക്ക് വേണ്ട എന്നും പറയുവാൻ ഈ രാത്രി നമുക്ക് തയ്യാറെടുക്കാം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സ്വതന്ത്രം. ഇത്തരത്തിലുള്ള വലിയ വെല്ലുവിളികൾ, ദ്രവ്യാഗ്രഹം മുതൽ, സ്വസ്നേഹം മുതൽ, വമ്പ് പറയുന്നവർ മുതൽ, അഹങ്കാരികൾ, അൺഹോളി, അശുദ്ധർ, അങ്ങനെ നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ആ അധ്യായം പറയുകയാണ് നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറികടക്കാതെ ഒരാൾക്കും കർത്താവിന്റെ വരവിലെടുക്കപ്പെടാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഗോ ടു ദ ലോർഡ്സ് കമ്മിങ് വിത്തൗട്ട് ഗെറ്റിംഗ് ദീസ് തിങ്സ്. ഈ ലോകത്തിന്റെ ഈ കാര്യങ്ങളെ മറികടക്കാതെ നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയില്ല. ദ റിയൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ നേച്ചർ ഫോർമേഷൻ. യഥാർത്ഥമായ രൂപാന്തരം എന്ന് പറയുന്നത് നമ്മുടെ മാറ്റമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രൂപാന്തരം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ മാറ്റമാണ്.
നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരെന്ന് നിങ്ങളെ കുറിച്ച് പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ കേൾക്കുന്നവർ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരെന്ന് നിങ്ങളെ കുറിച്ച് പറയട്ടെ. ഹല്ലേലൂയ. പണം കുറവായിരിക്കാം, ജോലി ചെറുതായിരിക്കാം, വീട് ചെറുതായിരിക്കാം, പക്ഷെ എന്നാലും സാരമില്ല, പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ പോലെ സംസാരിക്കുന്നു, നിങ്ങൾ യേശുവിനെ പോലെ പെരുമാറുന്നു എന്ന് പറയുവാനായിട്ട് നമ്മളെ കുറിച്ച് ലോകത്തിന് കഴിയണം. ഹല്ലേലൂയ. This is the most important change to happen in a person who met Jesus Christ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണം ആകുന്നു, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ അന്ത്യകാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ഗിഫ്റ്റ് കുറവായതിൽ നിങ്ങൾ വിഷമിക്കേണ്ട, പക്ഷേ നിങ്ങളുടെ ഫ്രൂട്ട് കുറവാണോ എന്ന് നിങ്ങൾ നോക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൃപാവരങ്ങൾ കുറഞ്ഞു പോകുന്നതിൽ നിങ്ങൾ തളരേണ്ട. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ടെമ്പററി ആണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫ്രൂട്ട് ഉണ്ടല്ലോ, ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്, അത് കുറഞ്ഞു പോകാതെ നോക്കണം. ഹല്ലേലൂയ. പ്രവചിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, അത് രോഗികളെ പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, സ്തോത്ര ആയിരങ്ങളെ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, പക്ഷെ സ്നേഹം ഇല്ലാതെ പോകല്ലേ, ക്ഷമ ഇല്ലാതെ പോകല്ലേ. ഹല്ലേലൂയ. മറ്റുള്ളവരോട് പൊറുക്കുന്നത് നഷ്ടപ്പെടുത്തി കളയല്ലേ, സഹിക്കാനുള്ള മനസ്സ് ഇല്ലാതാക്കല്ലേ, അവന് വേണ്ടി നിൽക്കുവാനുള്ള ആ വേർപാട് നഷ്ടപ്പെടുത്തി കളയല്ലേ, അവന്റെ രാജ്യത്തിന് വേണ്ടി ഓടാനുള്ള എഫേർട്ട് ഇല്ലാതാക്കല്ലേ. ഹല്ലേലൂയ. അവന്റെ നാമത്തിന് വേണ്ടി സാക്ഷിയാകുവാനുള്ള ആ ഒരു ഹല്ലേലൂയ മനോഭാവം നഷ്ടപ്പെടുത്തി കളയും. ദൈവം നമ്മളിൽ എപ്പോൾ നോക്കുന്നത് അവന്റെ ഫ്രൂട്ട്, അവന്റെ ഫലം, ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടോ എന്നുള്ളതാണ്. സ്വതന്ത്രം. അതുകൊണ്ട് പ്രഭാവനങ്ങൾ കുറഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരുപക്ഷെ ശുശ്രൂഷ വേദികൾ നമ്മുടെ മുന്നിൽ വിശാലമായി കിടന്നില്ലെങ്കിലും ആത്മാവിൽ ഫലമുള്ളവരായി പരിശുദ്ധാത്മാവിലൂടെ മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടെ പറഞ്ഞ് വേഗം അവസാനിക്കാം. എങ്ങനെ ലോകത്തെ അതിജീവിക്കാൻ കഴിയും? ഹൗ ക്യാൻ വി സർവൈവ് ദ വേൾഡ്? ലോകത്തെ നമുക്ക് എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ. അതൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ മുന്നിൽ വെക്കുകയാണ്. വാട്ട് ഈസ് ഗോഡ്സ് ബെനിഫിറ്റ് ബിക്കോസ് യു കം ടു ദ ചർച്ച്? നമ്മൾ സഭയിൽ വന്നതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായിട്ടുള്ളത്? ഹല്ലേലൂയ. മറ്റൊരു ചോദ്യം മുന്നിൽ വെക്കട്ടെ. യു ഹാവ് ടു ബി ബെനിഫിഷ്യൽ ടു അതേഴ്സ് ആൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ഹല്ലേലൂയ ദൈവസഭയിൽ വന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കും ദൈവരാജ്യത്തിനും പ്രയോജനപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടാകണമെങ്കിൽ നാല് കാര്യങ്ങൾ വേഗത്തിൽ നമ്മളിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. സംതിങ് ഷുഡ് ബി ഹാപ്പൻ ഇഫ് യു ആർ ടു ഓവർകം ദീസ് ലാസ്റ്റ് ഡേയ്സ്. ഈ ലോകത്തിന്റെ അവസാന നിമിഷങ്ങളെ മറികടക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളിൽ നടക്കേണ്ടതായിട്ടുണ്ട്. വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മുടെ സ്വഭാവം പൂർണ്ണമായും മാറണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ സ്വഭാവത്തെ വൈകല്യമുള്ളതാക്കി മാറ്റുക. പഴയ മനുഷ്യനെ പോലെ നമ്മളെ പെരുമാറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു, പഴയ മനുഷ്യനെ പോലെ പെരുമാറാൻ നമ്മളെ നിർബന്ധിക്കുന്നു. അവിടെയെല്ലാം പറയണം, എനിക്ക് ജയിക്കാനുള്ളത് കൊണ്ട് ഞാൻ പഴയ മനുഷ്യൻ അല്ല, ഐ ആം എ ന്യൂ മാൻ, ഞാൻ ഒരു പുതിയ മനുഷ്യൻ ആണ്. അതുകൊണ്ട് യുവർ ബിഹേവിയർ മസ്റ്റ് ബി കംപ്ലീറ്റ്ലി ചേഞ്ച്. ഹല്ലേലൂയ. പൂർണ്ണമായും നമ്മുടെ സ്വഭാവം മാറണം. സ്വഭാവം മാറിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, സ്വഭാവം പഴയത് മാറി എന്ന് പറയാം. ഇനി അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയത് വരണം. യു ഷുഡ് ബി റിസീവ് ന്യൂ ബിഹേവിയർ. പഴയത് പോയിക്കോട്ടെ, പഴയത് മാറ്റിയേ പറ്റൂ, എന്നാൽ പുതിയത് സ്വീകരിക്കണം. ഹല്ലേലൂയ. മൂന്നാമത്തത്, സ്പെൻഡ് ടൈം ഫോർ ഗോഡ്സ് വിൽ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമയം ചെലവഴിക്കണം. സിറക്കസിൽ 25 വർഷം ദൈവത്തെ പാടി സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും ദൈവഹിതമെങ്കിൽ അതിനുവേണ്ടി തന്നെ നിൽക്കുക. അല്ല, ഹല്ലേലൂയ, ഇപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങണമെന്നാണ് ദൈവം പറയുന്നെങ്കിൽ അത് തന്നെ ചെയ്യുക. മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, നടക്കാൻ പറഞ്ഞാൽ നടക്കുക, ഓടാൻ പറഞ്ഞാൽ ഓടുക, ദൈവം സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. സംതിങ് ഡു ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ദൈവം എന്തു പറയുന്നു അത് സ്റ്റോപ്പ് എന്ന് അവൻ പറയുന്നത് വരെ ചെയ്യുക. അതാണ് ശുശ്രൂഷ. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നാം സമയം ചിലവഴിക്കണം. നാലാമത്തത്, പ്രൈസ് ദി ലോർഡ്, ബി ദ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി നമുക്ക് സാക്ഷികളാകാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മുടെ മുന്നിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യങ്ങളെ പ്രിയമുള്ളവരെ നമുക്ക് അതിജീവിച്ച് അവന് വേണ്ടി നമുക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രയോജനമുള്ളവരായി, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്നവരായി, അവന്റെ സ്വഭാവമുള്ളവരായി, പഴയ സ്വഭാവം മാറിയവരായി നമുക്ക് ലോകത്തിൽ യേശുവിന് പകരം അവന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട്, അവന്റെ ഹല്ലേലൂയ പകരക്കാരായി നിൽക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
വെല്ലുവിളികൾ മുന്നിൽ വരട്ടെ, പ്രതിസന്ധികൾ മുന്നിൽ വരട്ടെ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പ്രഷർ വരട്ടെ, വിദ്യാഭ്യാസപരമായ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഉയരട്ടെ, ഹല്ലേലൂയ, ശമ്പളത്തിന്റെ കാര്യത്തിൽ പ്രൈസ് ദി ലോർഡ് പ്രശ്നങ്ങൾ വർദ്ധിക്കട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഭാവി അനിശ്ചിതത്വത്തിലാകുമെന്ന് ശത്രു നമ്മളെ വെല്ലുവിളിക്കട്ടെ. അപ്പോഴെല്ലാം പറയണം, ഹല്ലേലൂയ, സാത്താനെ, പിശാചേ, നീ ഉയർത്തുന്ന വെല്ലുവിളികളെ കളപ്പുറത്ത്, ഹല്ലേലൂയ, എനിക്ക് വലിയ ഒരു ലക്ഷ്യം ഉണ്ട്, ഹല്ലേലൂയ, അതിനേക്കാൾ വലിയ ഒരു ലക്ഷ്യം എനിക്കുണ്ട്. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി എന്ന് വരാതിരിക്കാൻ ഞാൻ എന്റെ ഓട്ടം ഞാൻ സ്ഥിരപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സെറ്റ് യുവർ ഹല്ലേലൂയ റൺസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രോപ്പർലി, ഏറ്റവും ശരിയായ വിധത്തിൽ നമ്മുടെ ഓട്ടം സ്ഥിരപ്പെടുത്തണം. അതുകൊണ്ട് അന്ത്യകാലത്തിൽ നിൽക്കുന്ന നമ്മളെ തോൽപ്പിച്ചു കളയുവാൻ, നമ്മളെ പരാജയപ്പെടുത്തി കളയുവാൻ ശത്രു ഉയർത്തുന്ന വെല്ലുവിളികളെ, സ്വഭാവ വൈകല്യങ്ങളെ, സ്വഭാവ ദൂഷ്യങ്ങളെ നമുക്ക് മറികടക്കാൻ, നമുക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സ്വഭാവം വളർത്തിയെടുക്കാൻ നമ്മളെ ക്രിസ്തുവിന്റെ അംബാസഡേഴ്സായി, അവന്റെ പകരക്കാരായി ഈ ഭൂമി നിർത്തിയിരിക്കുകയാണ്. നോഹ തന്റെ തലമുറയിൽ നീതിമാനായിരുന്നതുപോലെ തന്റെ കുടുംബത്തിൽ, തന്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ, തന്റെ സൊസൈറ്റിയിൽ ക്രൈസ്റ്റ് ക്യാരക്ടേഴ്സായി നിന്നതുപോലെ നമുക്ക് നിൽക്കാൻ, പ്രിയപ്പെട്ടവരെ. വിളിച്ച ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ മറക്കല്ലേ, ഹല്ലേലൂയ, we want to survive the last daysനെ, ലാസ്റ്റ് ഏജിനെ മറികടക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം 3 പറയുന്നുണ്ട്, ഹല്ലേലൂയ, അന്ത്യകാലഘട്ടത്തിൽ ഭക്തികെട്ട മനുഷ്യരുണ്ടാകുമെന്ന്, പരിഹാസത്തോടെ എഴുന്നേൽക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ലോകത്തിൽ അതൊന്നും നടക്കുമ്പോഴും ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട നമ്മുടെ ജീവിതം, അവന് വേണ്ടി വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതം, അവന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ജീവിതം, അവന് വേണ്ടി സകലം ത്യജിച്ചിറങ്ങിയ ജീവിതം ഈ അവസാന ഘട്ടത്തിൽ നഷ്ടമാക്കി കളയല്ലേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാമെന്ന പ്രാർത്ഥന മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടെ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സർക്കസ് സഭയ്ക്കും നന്ദി പറയുന്നു. നിങ്ങളിൽ ഒരുവനായി എന്നെ കാണുകയും ഞങ്ങളെ പ്രാർത്ഥന ഓർക്കുകയും ചെയ്യുന്നതിന് പ്രത്യേക നന്ദി.